is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. നല്ല പൊതിർത്തിക്കൊള്ളോ നിങ്ങൾ കളിയാട്ടക്ക ഉത്സവത്തിനായിട്ട് പോയോ? എന്ത് എന്ത് പറയിപ്പിച്ചണ്ടാന്ന്? എന്ത് പ്രശ്നം ഉണ്ടായിന്ന് പറയേ. ഈ വാർഡിൽ പ്രശ്നം ഉണ്ടാക്കി ആ മെമ്പർ തീർക്കൂലേ? ആരെങ്കിലും അങ്ങനെ പൊതിർത്തിയേ സംഭവം പറയും. പ്രശ്നം എന്തും പറയല്ലേ? പ്രശ്നം 10 വർഷം ഭാവ തന്നെയാണ്. ഭാവത്തല്ലേ അത് നിങ്ങളെ അങ്ങനെ വരാൻ വയ്യില്ലല്ലോ. ഭാവ തച്ചതല്ല പിന്നെ നിർത്തി അങ്ങനെ ഒരു പ്രശ്നം ഈ ബാവക്ക് വിളിച്ചോളൂ. ആഹാ ഹലോ ബാവ മെമ്പറാണ്. ഇജ്ജ് എവിടെ ഉള്ളത്? ഞാൻ നാട്ടിലുണ്ട്. ഇവിടെ നാട്ടിലുള്ള ഫുൾ ആൾക്കാരും പട്ടി അടിച്ചു കണ്ട് എന്റെ ഒരു ഒറ്റ കാരണം എന്നാ പറയണേ. ഈ വാർഡിൽ അങ്ങനെ പ്രശ്നം വരാൻ പാടില്ല. പെട്ടെന്ന് വാ. ആഹാ പട്ടി അടിച്ചേ ഞാൻ പോയി കാട്ടെ. ഞാൻ പത്ത കാട്ടിയേ ഞാനെങ്ങനെ കടുപ്പിക്കണത്? അടച്ചമ്പുരാനെ എല്ലാരുടെ മേത്തും സ്റ്റിക്കർ ഉണ്ടല്ലോ. ഇതിപ്പോ എന്താ പരിപാടി? എന്താണ് നമ്പർ? എന്താ പ്രശ്നം? ഒന്നാണ് വാ. ഇത് എന്ത് പിരാന്താണ് ഈ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത്? എന്ത് നായിനോട് പോയിക്കാണ് സ്വകാര്യം പറയാൻ ഇത്ര പിരാന്തായിക്കണ? എനിക്ക് ആ സ്വകാര്യം പറഞ്ഞാണ് ഈ 3 എണ്ണം നിൽക്കുന്നത്. ഇവിടെ ഒന്ന് നോക്കാച്ച്. എന്ത് സംഭവം പറയും? ഇപ്പൊ നാട് മൊത്തം നായ്ക്കളുള്ള കുട്ടികളെ മക്കളെ കടിച്ചു വെച്ച് തിന്നണേ. ഇപ്പൊ നായ്ക്കാരെ കുട്ടി നായച്ചു എന്താ ചോദിക്കാൻ ആൾക്കാർ? ഈ പോങ്കൽ പാട്ട് കേൾക്കില്ല. പാലട്ടോ അടക്ക് പാല ബാബർ കായ പാട്ടെ പോവല്ലേ നിക്ക് പുടിച്ചു. പിന്നെ ആ വളവിളിച്ച് പോണ വെക്കലില്ലേ നമ്മളെ കുട്ടാപ്പും സച്ചൊക്കെ പാടെ മറച്ചു പോകണം. അവിടെ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഓരോന്ന് കളിച്ചത് കേട്ടോ. നമ്മളെ കുട്ടിയാണതേ. പിന്നെ ജന ചെങ്ങാനോട് പറഞ്ഞേ ഓരോട് പറയാൻ വേണ്ടി കുറെ വിത്തല കൂടി ഓരോ കിട്ടിയില്ല. ഒരു പനി വെച്ചില്ലാണേ കേട്ടോ. പറ്റി പറഞ്ഞാളാ. എന്നാ ശരി ആവട്ടെ പോയിക്കോ. ഓ സമാധാനായി. എന്ത് പണി ഭാവിച്ച് കാട്ടിയത്? അതിനെ വിട്ടയച്ചിക്ക. അത് പഞ്ചായത്ത് പിടിച്ചു കൊടുത്തു 500 രൂപ കിട്ടിയത്. അധികാരികളെ നമ്മൾ എത്ര കണ്ണുറപ്പിച്ചു അവർ കണ്ണുറക്കില്ല. അപ്പോൾ ഏറ്റവും നല്ല തരാം ഈ നായ്ക്കളെ പിടിച്ചാണ്ട് ഓലെ ബോധിപ്പിക്കുക. ഓടി കാര്യം അവർക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അർത്ഥമായി നോക്കാം. ജവാന ശരിയാണ്. ഞാൻ വരുമ്പോഴും കണ്ടു 2-3 ആൾക്കാരാ ഇതേപോലെ തന്നെ ഈ ഭാഗത്ത് കടിച്ചു പറിച്ചിട്ടുണ്ട്. ചപ്പ് ഓടിയില്ല. പടച്ചോനെ ഇനി എന്താ കാട്ടുന്നത്? അത് മാത്രമുള്ള വിചാരിച്ചിരിക്കണ്. ആ വീരാന്റെ ചെറുക്കന്റെ ചുണ്ടി ചെറിയ കടിച്ചു പോയിക്കണു. വാസുവിന്റെ ഈ ഭാഗം തന്നെ ആ ലീലന്റെ പെണ്ണുണ്ട് അംഗനവാടിക്ക് പോയപ്പോ നായിന്റെ സമൂസ അടിച്ചുകൊണ്ട് കൊണ്ടു പറയുന്നു. നോക്കിയപ്പോ സമൂസ അല്ല, ആ വീരാന്റെ ചെറുക്കന്റെ ചെവിയാണല്ലോ. പൊന്നാര മമ്പരെ ഞാൻ നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്തല്ലേ. അപ്പൊ അച്ഛൻ കഴിഞ്ഞ പോലൊക്കെ ജയിലാവും. അപ്പൊ ഞാനൊരു ഉപദേശിച്ചു കൂടാന്ന് രീതി പറഞ്ഞല്ലേ. ഇപ്പൊ എന്താ കാട്ടുകാന്? എന്തപ്പോ കാട്ടുന്നു? നാടാകെ ഇളകിക്കാണ്. ജനങ്ങൾ മുഴുവൻ ഇറങ്ങിയിട്ടില്ലേ? അപ്പൊ ജയില് പോകുന്നു. ഇപ്പൊ ഞാൻ ആ തോട്ടറമ്പത്ത് കൂടെ സാപ്പിന്റെ കൂടെ ഷോൾ പിടിച്ചാൽ പോകുന്നു. അതേതായാലും നന്നായി ജയിലെ പോകുന്നത്. അന്ന ആൾക്കാർ കാണാൻ നിൽക്കാണ്. ഇനി ഇതിനാകെ ഒരു ഒറ്റ വജ്ജേ ഉള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റിനും കാണാം. അയാളെ കൊണ്ട് ഇതിനെ നിവൃത്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജയിലെ പോവാ. കടങ്ങളുടെ കൂടെ വരുമോ? ആ ഇജ് വാ. ഇത് ധൈര്യമായിട്ട് പോരെ. എന്റെ ഒപ്പം പോരുമ്പോ അതിനൊരു മനസ്സം തൊടൂല. ഞങ്ങളിപ്പോഴും വരാം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് എനിക്ക് വരുള്ളൂ. നിങ്ങളെ ഭാവനൊക്കെ കണ്ടു. ഓല് പഞ്ചായത്ത് പോയി. ഭാവ പോയത് നന്നായി. ഇയാളെ കുട്ടിനെ ചെയ്യുകയാണ് നായി അടിച്ചുകൊണ്ട്. അല്ല മെമ്പർ, നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? നമ്മൾ പ്രസിഡന്റിന്റെ എത്തിക്കേ.
ആ പട്ടിപ്രേമല്ലേ ആള്? ആ അതുകൊണ്ട് തന്നെ എന്നെ അവിടെ കൊണ്ടുവരുന്നത്. അയാൾക്ക് ഇത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അയാളടുത്തേക്ക് പോയാൽ എന്നെ ഒരു മനസ്സം പിന്നെ തൊടൂല. ആള് പറഞ്ഞ കേക്കോ? അയാൾ പറഞ്ഞാൽ കേൾക്കും. ഇങ്ങോട്ട് വാ, പോയി നോക്ക്. പ്രസിഡന്റ് ഉണ്ടല്ലോ. പ്രസിഡന്റേ, ഇവിടുന്ന് പാഞ്ഞ് കഴിച്ചില്ലാന്നല്ലേ അല്ല ചെവിയുടെ കടിച്ചു കുറച്ച് പോകുന്നുണ്ട്. പഠിച്ചമ്പുരാനെ എവിടെ എന്നാലുള്ള അവസ്ഥ. അതിന് ഇജ്ജ് എന്തിനാ പേടിച്ചത്? ഇജ്ജ് നായ്ക്കളെ കൊല്ലാൻ പറഞ്ഞിരിക്കണോ? ആ പിന്നെന്താ, എന്നാലും അയാളെ കോല കണ്ടിട്ട് ഇജ്ജ് ഇവിടെ വന്നാ. ആഹാ, അല്ല പ്രസിഡന്റ്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താണെന്നോ, ഈ നാടൻ നായിന്റെ വർത്താനം കേട്ടിട്ടാ ഞാൻ നായിനെ ഉപദേശിച്ചാൻ പോയത്. കൊല്ലാണ് വേണ്ട ആദ്യം പനെ ഇജ്ജത്തിനെ പന കൂടുതൽ പോന്ന്. പൊന്നാര പ്രസിഡന്റ്, ഇപ്പം തച്ചു കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല നായ്ക്കളെ. നിങ്ങൾ ജനങ്ങളെ രോഷം നടക്കണം. ഇപ്പൊ ജനങ്ങളാകെ ഇളകി നിൽക്കുകയാണ്. നിങ്ങൾ ഇറങ്ങിയാലേ സംഭവം നടക്കുള്ളൂ. ഞാനിപ്പോ നിങ്ങളെ മാറി ഒരു പട്ടിപ്രേമി അയക്കണേ. ഇപ്പൊ പിന്നെ പട്ടിപ്രേമി ആയതുകൊണ്ടേ എന്റെ ഭാഗം ഞാൻ നോക്കിക്കോളാം. പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യം അയച്ചു നോക്കിക്കൊണ്ടി. പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വന്നാ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വാട്സപ്പ് തുറക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ചെറിയ ചെറിയ കുഞ്ഞു പൈതൃങ്ങളെ നായ്ക്കൾ ഞാൻ കടിച്ചാണ്ട് പറിച്ചണേ. ഒരു കുട്ടിനെ 3 നായ്ക്കൾ അടിച്ച. എന്തപ്പോ ഇതിനൊക്കെ ഒരു വജ്ജഞ്ഞ്. തച്ച് കൊല്ലറ്റാലും പറ്റൂല, ജയിലാവും ചെയ്യും. എന്നാ ഉപദേശിച്ച് എന്നാക്കാൻ വെച്ചു ആവും അറിഞ്ഞില്ല, അവൻ പരാജയം. ഇനി എന്താ ചെയ്യാ? ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. എന്നാല് കിട്ടിയടാ, കിട്ടി. ഈ നായിനെ കാണുമ്പോ മുട്ടുത്തി നിൽക്കുക, അത് പോവാ. കഴിഞ്ഞു. ഇത്ര ഉള്ളു സംഭവം. എന്താ നായോ? അതിനെ പോയി പായണ്ട്. പൊന്നാര ചെങ്ങന്മാരെ എന്തൊക്കെ വച്ചുണ്ട് പാലാണ് ഞാൻ കാണിച്ചു തരാം. നായല്ലേ വരുന്നത്. നായ് വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ? നായിന്റെ മാതിരി ഞമ്മളും മുട്ടുത്തെടുക്കേ. അതെന്തിനാ? അതാ എനിക്ക് അറിയാത്തത്. നായ് പാഞ്ഞു വരുമ്പോ ഞമ്മളും മുട്ടുത്തി ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് നായ് എന്തായിരുന്നു? ഞമ്മളൊരു നായാണ്. നായും കടിച്ചുവല്ലോ. അപ്പൊ നമുക്ക് മുട്ടുത്തി ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമുക്ക് രക്ഷപ്പെടാം. നായർ പോയി ചെയ്തു. കണ്ടോ കേട്ടോ. കണ്ടോ? മാണ്ടാത്ത പണിക്കല്ല കടിച്ചു. ഇല്ലാന്ന് ഇങ്ങോട്ട് നിക്കി. നിങ്ങൾ കണ്ടാ മതി, ഞാൻ ചെയ്യണ കണ്ടാ മതി കേട്ടോ. എടോ, ഈ ചങ്ങായിക്ക് എന്ത് ചേർപ്പാടാ? അത് കടിച്ചും പാവേ. കണ്ടോ? അതന്നെ പറഞ്ഞു. ഞാൻ ചങ്ങായിനെ അപ്പളെ പറഞ്ഞു കടിച്ചു പറഞ്ഞാ കേക്കണ്ട ചങ്ങായി. എന്താടാ ഭാവന നായ അടിച്ചു? ഭാവന നായി അടിച്ചു? പറ കൊല്ലടാ നായ്ക്കളെ മുഴുവൻ. ഒരൊറ്റ നായ്ക്കളെ ഈ പഞ്ചായത്ത് കാണാൻ പാടില്ല. ഫുള്ളെണ്ണത്തിന് കൊല്ലി. ഇറച്ചി തമ്മില് മുട്ടുമ്പോ തന്നെ വേദനയാണുള്ളത്. ഇതൊക്കെ എന്താ ചെയ്യാ? ഒരു ചൂരൽ കൊട്ടോടെ കിട്ടുവോ? പഠിച്ചം പോരാനെ ആ ചങ്ങായിയുള്ള പാഞ്ഞേരുണ്ട്. ഞാന് ബാക്കിലും പട്ടിയുണ്ടോ? പിന്നാമ്പറ ഏതായാലും പോയിക്കണേ. ഞമ്മനും പോകാനാവില്ല. ചാട്. എന്താ പട്ടി ഉണ്ടോ? പട്ടിയല്ലേ വാവേ, ആ മെമ്പറെ അറസ്റ്റ് ചെയ്തിക്കണേ. എന്തിന്? ആ നായനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടേ. അയാളെ ഇറക്കണം നമുക്ക്. ഞാൻ ഇതൊന്നും ഇറക്കാൻ വേണ്ടി ഒരു യൂറോപ്യൻ കോസ്റ്റ് വേണ്ടി ഇറങ്ങിയാണ്.
പൊന്നാ ചങ്ങമരിച്ച് പോയിച്ചാ നിൽക്കാനും ഇരിക്കാനും പോയിച്ചാ നീടിയിട്ട് നിൽക്കാൻ പോയി ഞാൻ അപ്പത്തന്നെ തോട്ടി കടന്നിരിക്കുന്നു എൻ്റെ ബാക്ക് നായിൻ്റെ എത്തിക്കാണ്ട് നായ്ക്കളെ കൊണ്ടും കുടുങ്ങി എൻ്റെ വാപ്പേ അല്ല അംസോ എത്തപ്പം നമ്മളെ നാട്ടിലെ അവസ്ഥ ഈ കണ്ടില്ല ഇപ്പൊ നീ നായ്ക്കളെ കൊണ്ട് ആകെ കുടുങ്ങിയില്ലേ ഇന്നലെ നായി വൈത്താലെ കുടിക്കാൻ തലനായൊക്കെ ഞാൻ രക്ഷപ്പെട്ട് എന്താ കുഞ്ഞായ്മക്ക് വന്നില്ലാന്നുണ്ടെങ്കിലോ എന്റെ കാര്യം എടുക്കാണ്ടാവില്ല. അതന്നെ ഇപ്പൊ എല്ലാരും പറഞ്ഞെടുത്ത് എല്ലായിടത്തും അത് തന്നെയാണ് വലിയ ചർച്ചയും വിഷയം കാര്യങ്ങളൊക്കെ. ഇന്നലെ ഇപ്പൊ കണ്ടില്ലേ കണ്ണൂർ കുട്ടീനെ കടിച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്നു. എന്താ ഈ കൊലത്തിലായ കാട്ടെ ഇതിനൊക്കെ ഇപ്പൊ ഒറ്റ വജ്ജുള്ളൂ നമ്മളൊക്കെ പാടെ ഇറങ്ങിയാണ്ട് തച്ചാണ്ട് കൊല്ലണം. അതിന് വാപ്പോ തച്ച് കൊല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിറങ്ങിയാണ്ട് കൊല്ലും. പക്ഷെ കൊന്നോൻ ജയിലല്ലേ, അതല്ല. കാഞ്ഞിരത്തിന്റെ തൊലി ചെത്തിയെടുത്ത് ശർക്കര ചേർത്ത് ഇറച്ചിയിലോ മീനോ ഇട്ട് വേവിച്ച് ആരും ഈ റോഡ് സൈഡിലോടും വെക്കരുത്. ഏതെങ്കിലും നായ്ക്കൾ കണ്ട് തിന്നു കഴിഞ്ഞാൽ നമ്മളെ നായ്ക്കൾ ചത്തുപോകും. ചങ്ങായിമാരെ, കാഞ്ഞിരത്തിന്റെ തൊലി ചെത്തിയെടുത്ത് ശർക്കര ചേർത്ത് ഇറച്ചിയിലോ മീനോ ഇട്ട് വേവിച്ച് ആരും ഈ റോഡ് സൈഡിലോടും വെക്കരുത്. ഏതെങ്കിലും നായ്ക്കൾ കണ്ട് തിന്നു കഴിഞ്ഞാൽ നമ്മളെ നായ്ക്കൾ ചത്തുപോകും. ചങ്ങായിമാരെ, കാഞ്ഞിരത്തിന്റെ തൊലി ചെത്തിയെടുത്ത് എത്തപ്പ ചങ്ങായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗുണമനുഷ്യന്മാർ ഇവിടെ നായ്ക്കളെ കൊണ്ട് കുടുങ്ങി കിടക്കുക. അപ്പോഴാണ് കൊല്ലരുതാണ് ഇങ്ങനെ പോണത്. ഏതാണ് ആ നാടൻ നായി? അതിന്റെ 4 ദിവസം മുമ്പ് ചന്തിക്ക് നായി അടിച്ചു. അതൊന്നും പറയാൻ നിൽക്കണ്ട. വളി എന്ന് പറഞ്ഞ ജയിലിൽ കഴിക്കണം. ഇനി ചന്തി പറഞ്ഞ ഏത് ഓപ്പണാ വരുന്ന പറയാൻ പറ്റില്ല. കാഞ്ഞിരത്തിന്റെ തൊലി ചെത്തിയെടുത്ത് ശർക്കര ചേർത്ത് ഇടിച്ച് ഇറച്ചിയിലോ മീനിലോ ചേർത്ത് റോഡ് സൈഡിൽ ആരും ഒന്നും വെക്കരുതേ. പാവം നമ്മൾ തെരുനായ്ക്കൾ തിന്നു കഴിഞ്ഞാൽ ചത്തുപോകും. ശർക്കരയിലോ ചേർത്ത് വെക്കരുതേ, ചത്തുപോകും. അടച്ച തമ്പനെ ഭാവത്തെ ഈ പറഞ്ഞു കൂടെ എടുക്കണ്ട്. ആ മെമ്പറെ എപ്പോഴാ ഇറങ്ങിയത്? ഞാൻ രാവിലെ ഇറങ്ങി. അല്ല എന്താ റോഡ് കൂടി ഇങ്ങനെ വിളിച്ചാലും കൂടെ എടുക്കണ്ട്? ഞാനേ നമ്മളീ പാവപ്പെട്ട തെരുവ് നായ്ക്കളെ ആരും കൊല്ലാക്കാൻ വേണ്ടി ഞാൻ ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരക്കുകള് ഞാൻ പിന്നെ ഒഴിവരെ ഒന്ന് കണ്ടോളാം. കാഞ്ഞിരത്തിന്റെ തൊലി ചെത്തിയെടുത്ത് ശർക്കര ചേർത്ത് ഇടിച്ച് ഇറച്ചിയിലോ മീനിലോ ചേർത്ത് റോഡ് സൈഡിൽ ആരും ഒന്നും വെക്കരുതേ. പാവം നമ്മൾ തെരുനായ്ക്കൾ തിന്നു കഴിഞ്ഞാൽ ചത്തുപോകും. ശർക്കരയിലോ ചേർത്ത് വെക്കരുതേ, ചത്തുപോകും. ചന്തിക്കൊരു കടി കിട്ടിയപ്പോ ഇപ്പം പട്ടിപ്രേമിയായോ? മനുഷ്യന്മാരൊക്കെ ഒരു കാര്യം. എങ്ങനെയുണ്ട് മെമ്പറെ ജയിലില്? ജയിലില് പരമസുഖ. അവിടെ കല്യാണത്തിന് പോയതല്ല ഞാൻ. ആകെ മെച്ചം കിട്ടിയാന്ന് എനിക്കറിയോ? ഇവിടെ ആ പട്ടി നരന്ന് കടിച്ചാ നേരത്ത് ജയിലിൽ പോയതെന്നാ. അല്ല ഇച്ചും കടി കിട്ടിയിരുന്നു. ഹലോ, ആ നായ്ക്കൾ ചത്തെടുക്കേ 10 എണ്ണോ? ആ അല്ല ആരാണ് കൊന്നക്കള്? ആ ആ ഞാട് വരാൻ കേട്ട്. ആ ഓക്കെ ഓക്കെ. പ്രസിഡന്റ് ആക്കണു പട്ടിപ്രേമി. ഹലോ, കുന്നും പുറത്തോ? എത്രണ്ണം? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുന്നും പുറത്ത് 3-4 നായ്ക്കൾ ചത്തെടുക്കുന്നുണ്ട്. പ്രസിഡന്റേ അവിടെ 10 നായ് ചത്തടക്കുന്നുണ്ട്. അത് ആരെ കൊന്നിച്ച് ഇപ്പൊ അറിയണം, അല്ലെങ്കിൽ ഞാൻ കേന്ദ്രത്തിൽ നിന്ന് ആളാണ് വരുത്തു. ഞാൻ കേന്ദ്രത്തിൽ നിങ്ങൾ എവിടുന്നേലും ഇറക്കിക്കോളി. ആ കുന്നും പുറത്ത് 3-4 നായ്ക്കൾ ചത്തെടുക്കണ്ടല്ലോ. ഇജാണ് അതിന്റെ ആള്. ഇജാണ് എല്ലാരോടും കൊല്ലാൻ പറഞ്ഞത്. ഞാനോ? ഞാൻ അത്ര കാലം ജയിലിലേന്നു. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ജനങ്ങളാണ് കൊല്ലല്ലേ. ഇന്നെ കൊണ്ടേക്കാണ്ട് വെറുതെ ജയിലിലിട്ടു എന്നല്ലാതെ. ആ ബാവച്ച അറിഞ്ഞോ? അറിഞ്ഞോന്നോ? എത്തപ്പ കാട്ടണെങ്കിൽ പറയാം. ഞാനിങ്ങനെ അലമ്പോട്ട് പറഞ്ഞ അങ്ങനെ നടക്കാണ്. നായ്ക്കളെ കൊല്ലരുത്, നായ്ക്കളെ കൊല്ലരുത്. എന്നിട്ട് ഈ ജനങ്ങൾ ഇങ്ങനെ എത്ത കാട്ടുക? അതിന്റെ വാപ്പയെ ആലോചിച്ചൂടാ. ഞാൻ ഇഞ്ഞും പറഞ്ഞു കൊടുക്കും. കാഞ്ഞിരത്തിന്റെ തൊലി ചെത്തിയെടുത്ത് ശർക്കര ചേർത്ത് ഇടിച്ചുകാണ്ട് മീനിലോ ഇറച്ചിയിലോ ചേർത്ത് കാണ്ട് ആ റോഡ് സൈഡിലൊന്നും വെക്കരുത്. നമ്മൾ പാവം നായ്ക്കൾ ചത്തുപോകും. കാഞ്ഞിരത്തിന്റെ തൊലി ചെത്തി ശർക്കര ചേർത്ത് ഇടിച്ച് ഇറച്ചിയിലോ മീനിലോ ചേർത്ത് വേവിച്ച് ആരും റോഡ് സൈഡിൽ നായ്ക്കൾ കിട്ടുന്നോട്ട് വെക്കരുത്. പാവം തെരുവ് നായ്ക്കൾ ചത്തുപോകും. കാഞ്ഞിരത്തിന്റെ തൊലി ചെത്തിയെടുത്ത് ഇടിച്ച് ചേർത്ത് ശർക്കരയിലോ ഇറച്ചിയിലോ മീനിലോ ചേർത്ത് റോഡ് സൈഡിൽ വെക്കരുത്. നായ്ക്കൾ തിന്നാൽ പാവം നായ്ക്കൾ ചത്തുപോകും.